السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്ത് എന്ന അധ്യായമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു വെച്ചത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തർജുഫുർ റാജിഫah تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة هل أتاك حديث موسى. യൗമ തർജുഫുർ റാജിഫ. യൗമ തർജുഫുർ റാജിഫ. അപ്പോൾ കഴിഞ്ഞ 5 ആയത്തുകളിൽ വന്നാസിആതി ഗർഖ വന്നാഷിതാതി നഷ്ത വസ്സാബിഹാതി സബ്ഹ ഫസ്സാബിഖാതി സബ്ഖ ഫൽമുദബ്ബിറാതി അംറ. അപ്പോൾ ഈ 5 ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മലക്കുകളെക്കുറിച്ചാണ്, മലക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് വന്നാസിആതി ഗർഖൻ. മലക്കുകൾ എന്ത് ചെയ്യും? അവിശ്വാസികളുടെ റൂഹ് പിടിച്ചെടുക്കുന്ന രൂപമാണ്. വളരെ കഠിനമായ രൂപത്തിലായിരിക്കും റൂഹ് പിടിച്ചെടുക്കുക. വന്നാഷിതാതി നഷ്ത. മുഅ്മിനീങ്ങളുടെ റൂഹ് വളരെ എളുപ്പത്തിൽ നൈർമല്യതയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? റൂഹ് പിടിക്കുക. മൂന്നാമത്തേത് വസ്സാബിഹാതി സബ്ഹൻ. ആ റൂഹ് പിടിക്കുന്നതിലുള്ള രീതിയെക്കുറിച്ചാണ് അതിലെന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങുന്നൊരു രൂപമുണ്ട്. ആ രൂപമാണ് 3-ാമത്തെ ആയത്തിൽ. 4-ാമത്തേത് അവരെന്ത് ചെയ്യും? എല്ലാ നന്മകളിലും മുന്നേറുന്ന ആളുകളാണ്. വസ്സാബിഖാത്ത് ഫസ്സാബിഖാത്ത്. സബഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകടക്കുക എന്നാണ്. 5-ാമത്തേത് ഫൽ മുദബ്ബിറാത്തി അംറൻ. അതായത് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചില കാര്യങ്ങൾ, ചില ജോലികൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജോലികളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ആയത്തുകളും പ്രതിപാദിക്കുന്നത് മലക്കുകളെ കുറിച്ചാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. അതിലുള്ള വിശ്വാസത്തിൽ ഒരാൾക്ക് പഴച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ മൊത്തം ചെയ്യും? നശിച്ചു പോകുന്നുള്ളതാണ്. അതിലുള്ള ഈമാൻ ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ മൊത്തം ചെയ്യും? നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. അതിൽ ഒന്നാമത്തേതാണെന്ത്? മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കൽ. വുജൂദുൽ മലായിക. അപ്പോൾ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. 2-ാമത്തേത് മലക്കുകളുടെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അവരുടെ കൂട്ടത്തിൽ പേര് പഠിപ്പിക്കപ്പെട്ട മലക്കുണ്ട്, ഇനി പേര് പഠിപ്പിക്കപ്പെടാത്ത മലക്കുകളുമുണ്ട്. ഈ 2 വിഭാഗത്തിലും എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കണം. 2 വിഭാഗത്തിലും വിശ്വസിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട മലക്കുകളുണ്ട്, അവരുടെ വിശേഷണങ്ങൾ. അവർക്ക് 2 രൂപത്തിലുള്ള വിശേഷണങ്ങളാണുള്ളത്. ഒന്ന് സൃഷ്ടിപരമായ വിശേഷണവും 2-ാമത്തേത് സ്വഭാവപരമായ വിശേഷണവും.
അപ്പോൾ സൃഷ്ടിപരമായ വിശേഷണം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിലാണ്? പ്രകാശത്തിലാണ്. സൂറത്തുർ റഹ്മാനിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ എന്ന് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്താലും ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീയാലുമാണ് എന്നാണ് ഹദീസിൻ്റെ സാരം. ഇനി മലക്കുകളെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എത്ര വട്ടാണ് കണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. 2 പ്രാവശ്യം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ എന്നാണ്. അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഏത് രൂപത്തിലാണ് കണ്ടത്? വേറൊരു സഹാബിയുടെ രൂപത്തിലായിരുന്നു നബി ദർശിച്ചത് എന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി നബി കണ്ടത് അൽ ഉഫുഖുൽ അഅലയിൽ വെച്ചാണ്. രണ്ടാമത്തേത് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആരെ കാണുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്നത്. ഇനി അവരുടെ സൃഷ്ടിപരമായ മറ്റൊരു വിശേഷണമാണ് അവർക്ക് ചിറകുകളുണ്ട്. മലക്കുകൾക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട് എന്നാണ്. സൂറത്തു ഫാത്തിറിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അൽഹംദുലില്ലാ, സകല സ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയാണ് അള്ളാഹു? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹു. ജാഇലിൽ മലായികതി റുസുലൻ, മലക്കുകളെ ആരാക്കി? ദൂതന്മാരാക്കി. എങ്ങനെയുള്ള ദൂതന്മാർ? ഊലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാഅ, 2 ചിറകുള്ളതുണ്ട്, 3 ചിറകുള്ളതുണ്ട്, 4 ചിറകുള്ളതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് യസീദു ഫിൽ ഖൽഖി മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ സൃഷ്ടികളിൽ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഇദാ ഖലല്ലാഹുൽ അംറ ഫിസ് സമാഇ ضربت الملائكة بأجنحتها خضعانا لقوله كالسلسلة على صفوان ينفذهم ذلك فإذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا للذي قال الحق وهو العلي الكبير. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ഭയപ്പാടോട് കൂടിയിട്ട് എന്ത് ചെയ്യും? എന്താണ് അള്ളാഹു പുറപ്പെടുവിച്ചത് എന്നത് പരസ്പരം ചോദിക്കുന്നതാണ്. അപ്പോൾ മറ്റേ മലക്ക് പറയും അൽ ഹക്ക, അള്ളാഹു സത്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പരസ്പരം മലക്കുകൾ പറയുന്നതാണ്. അപ്പോൾ ഒരു കൽപ്പന ഭൂമിയിലേക്ക് എത്തുക എന്നതിൽ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതീവ പേടിയോട് കൂടിയിട്ടാണ് മലക്കുകൾ അതിനെ കാണുന്നത് എന്നാണ്. മറ്റൊന്ന്, മലക്കുകളുടെ ഭംഗിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അതീവ ഭംഗിയുള്ള ആളുകളാണ് മലക്കുകൾ എന്നത്. എന്നാൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നന്മ ചെയ്ത സുഹൃതങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അതേ സമയത്ത് തിന്മ ചെയ്ത ആളുകളാണെങ്കിലോ വളരെ മോശമായ പ്രകൃതത്തിലായിരിക്കും മലക്കുകൾ അവരുടെ നേരെ വരിക എന്നാണ്. ആയത്തിൽ പ്രതിപാദിക്കുന്നത് ഷദീദുൽ ഖുവ ദു മിർറത്തിൻ ഫസ്തവ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ചില മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞു വെച്ചത് ഭംഗിയുള്ളത് എന്ന് ദു മിർറത്തിൻ എന്ന ആയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മലക്കുകളുടെ രൂപമാറ്റത്തെക്കുറിച്ചാണ്. അവരെന്ത് ചെയ്യും? രൂപം മാറിക്കൊണ്ടേ ഇരിക്കും. അതിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിരുന്നു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? രൂപം മാറിയിട്ടാണ് പലപ്പോഴായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തന്നെ വന്നത് എന്നാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ മലക്കുകളുടെ വരവും മനുഷ്യരുടെ രൂപത്തിലായിരുന്നു എന്നാണ്. മനുഷ്യരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു വിഷയമാണ് മലക്കുകൾ പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്നുള്ള മസ്അല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകൾ സ്ത്രീകളാണെന്ന് വിലയിരുത്തൽ എന്താണ്? പ്രമാണവിരുദ്ധമാണ്. മലക്കുകൾ സ്ത്രീകളാണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് വിലയിരുത്താൻ പറ്റൂല. കാരണം എന്താ? മക്കയിൽ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? വജാഇലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസൻ, അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അടിമകളാണ് മലക്കുകൾ. എങ്ങനെയുള്ള? അത് പെൺമക്കളാണ് എന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പെൺമക്കളാണ്.
അപ്പം അത് പിഴച്ച അടിസ്ഥാനമാണ്. അതിനെ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷേധിച്ചിട്ടുണ്ട്. അപ്പം അത് പെൺമക്കളാണ് എന്നതിനെ ഖുർആൻ നിഷേധിച്ചു. അപ്പം അതെന്തിനെ അറിയിക്കുന്നത്? മലക്കുകൾ എന്തല്ല, സ്ത്രീകളല്ല എന്നതിനെയാണ് അറിയിക്കുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? പുരുഷനാകുക എന്നുള്ളത്. പക്ഷെ അതിനെന്തില്ല, ഏതെങ്കിലും ഒരു ആയത്തിലോ ഹദീസിലോ മലക്കുകൾ പുരുഷന്മാരാണ് എന്നെന്ത് ചെയ്തിട്ടില്ല, വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഖൗല് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അള്ളാഹു ആലം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുക. കാരണം അത് നമ്മൾക്ക് അറിഞ്ഞതുകൊണ്ട് എന്തില്ല, പ്രത്യേകം ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ചർച്ച ഉണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനവും അതിൻ്റെ കാര്യവും ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ അവർ ഭക്ഷണം കഴിക്കാറുണ്ടോ, അതേപോലെ തന്നെ വെള്ളം കുടിക്കാറുണ്ടോ, അവർക്ക് വിവാഹമുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യവും എന്തില്ല, മലക്കുകൾക്കില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പടച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മലക്കുകൾക്ക് മടുപ്പും ക്ഷീണവും എന്ത് ചെയ്യൂല, ബാധിക്കൂല. സൂറത്ത് ഫുസ്സിലത്തിലെ 38-ാമത്തെ ആയത്തിൽ ഫല്ലദീന ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ആളുകൾ, യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാർ, രാവിലെയും രാത്രിയും എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. വഹും ലാ യസ്അമൂൻ, അതിലവർക്ക് എന്തില്ല, യാതൊരു മടിയും അവരെ ബാധിക്കുകയില്ല എന്ന ആയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് മലക്കുകളുടെ സംസാരത്തെക്കുറിച്ച്. അപ്പോൾ മലക്കുകൾ എന്ത് ചെയ്യും, സംസാരിക്കും. അതേപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ചിന്തിക്കാനൊക്കെ എന്തുണ്ട്, മലക്കുകൾക്ക് കഴിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, മലക്കുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായം എന്തല്ല, ശരിയായ അഭിപ്രായമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന്, മലക്കുകളുടെ താമസ സ്ഥലം, അവർ എവിടെയാണ് താമസിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ താമസ സ്ഥലത്തെക്കുറിച്ച് ഹദീസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. 7 ആകാശങ്ങളിലും മലക്കുകൾ ഇബാദത്തുകളിൽ മുഴുകി എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലർ നിന്നുകൊണ്ടും, അതേപോലെ തന്നെ മറ്റു ചിലർ റുക്കൂഇലാണ്, മറ്റു ചില മലക്കുകൾ സുജൂദിലാണ്. അപ്പോൾ ആകാശങ്ങളിലാണ് എന്ത്, അവരുടെ പാർപ്പിടമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, മലക്കുകളുടെ എണ്ണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. ആ മലക്കുകളുടെ, അള്ളാഹുവിൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം എത്ര എന്നത് ആർക്കേ അറിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ്. വേറൊരാൾക്കും മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് അറിയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ എന്ത് ചെയ്യും, നിസ്കരിക്കും. ഓരോ ദിവസവും 70,000 മലക്കുകൾ നിസ്കരിക്കും. എന്നിട്ട് ആ നിസ്കരിച്ച മലക്കുകൾ പിന്നെ അവിടെ എന്ത് ചെയ്യൂല, കയറൂല. പിന്നെ അടുത്ത ടീമാണ് എന്ത് ചെയ്യാം, വരിക. അപ്പം അതിൻ്റെ എണ്ണത്തിൻ്റെ വ്യാപ്തി എത്ര എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും, എത്ര മലക്കുകൾ, എത്ര സൈന്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളത് എന്നത്. അപ്പം ഇതാണ് മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്നത്. അപ്പോൾ ഈ വിഷയങ്ങളാണ് മലക്കുകളുടെ സൃഷ്ടിപരമായ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി സ്വഭാവപരമായ ചില വിശേഷണങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി 6-ാമത്തെ ആയത്ത് യൗമ തർജുഫു അർറാജിഫ. ഇനി ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൗമ തർജുഫു റാജിഫ. യൗമ, ഒരു ദിവസം. എങ്ങനെയുള്ള ദിവസം? തർജുഫു അർറാജിഫ. അർറാജിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ ഊത്തിനെയാണ് എന്തെന്ന് പറയാം, അർറാജിഫ എന്ന് പറയാം. തർജുഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകുക എന്നാണ്. ഇളകുക, പ്രകമ്പനം കൊള്ളുക. അപ്പോൾ പ്രകമ്പനം കൊള്ളും, ഭൂമി പ്രകമ്പനം കൊള്ളും. എപ്പോൾ? അർറാജിഫ, ഒന്നാമത്തെ ഊത്തിൽ എന്ത് ചെയ്യും, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്തു മുസ്സമ്മിലിലെ 14-ാമത്തെ ആയത്തിൽ യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ, ഭൂമിയും വിറകൊള്ളും പർവ്വതങ്ങളും എന്ത് ചെയ്യും, വിറകൊള്ളുന്നാണ്. എന്നിട്ട് പർവ്വതങ്ങൾ മണൽക്കുന്ന് പോലെ എന്ത് ചെയ്യും, ആയിത്തീരും. മണൽക്കുന്നിന് എന്ത് നിലനിൽപ്പുണ്ടാകുമോ?
ഒരു കാറ്റടിച്ചെന്ന് എന്ത് ചെയ്യും, അത് പോകുന്നതാണ്. അപ്പം അത്രയും ഭീമാകാരമായ പർവ്വതങ്ങൾക്ക് എന്തില്ല, ആ ഒരു ദിവസം ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസം യാതൊരു നിലനിൽപ്പില്ല എന്നാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്നതിലും വിഭാവനം ചെയ്യുന്നതിലും അപ്പുറമാണെന്ത് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ എന്നത്. നമുക്ക് നമ്മുടെ ചിന്തയിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അവിടെയാണ് സൂറത്തുൽ ഹജ്ജിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. അതായത് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ചും ഒരു കുട്ടി ഉമ്മയിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാകുന്നത് എപ്പോഴാണ്, ആ ചെറിയ പ്രായത്തിലാണ്. ആ ആയത്തിൽ പ്രതിപാദിക്കുന്നത്, അതായത് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്യും, അശ്രദ്ധയിലായി പോകുന്ന, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ത് ചെയ്യുക, അശ്രദ്ധയിലായി പോകുക എപ്പോൾ ഖിയാമത്ത് നാള് സംഭവിക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ അത്രയും ഭയാനകരമായ ആ സംഭവത്തെ, ആ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം അത്രയും ഭയാനകരമാണ്. അവിടെയാണ് ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ തൻ്റെ അനുയായികളോട് പറയുന്നത്, നീ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കാണ്, അതേപോലെ തന്നെ ഖുലിഖ്ത വഹ്ദക്, നീ സൃഷ്ടിക്കപ്പെട്ടത് ഒറ്റക്കാണ്, തുബ്അസു വഹ്ദക്, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഒറ്റക്കാണ്, അതുകൊണ്ട് നിന്റെ ഹിസാബ്, നിന്റെ സിറാത്തിലുള്ള നടത്തം എല്ലാം ഒറ്റക്കാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യാം, അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ അമലുകൾക്ക് പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്താണ്, ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഈമാൻ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, അന്ത്യനാളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വിഷയമാണെന്ത്, അന്ത്യനാൾ സംഭവിക്കും എന്ന വിഷയം. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്, മരണം എന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് മരണം. അവിടെയാണ് ഇമാം ഹസനുൽ ബസ്രി പറയുന്നത്, മരിക്കും എന്ന് ഉറപ്പാണ്, പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സംശയമാണ് എന്നാണ്. മരിക്കുന്നത് ഉറപ്പാണ്, പക്ഷെ അത് എങ്ങനെയുള്ള ഉറപ്പാണ്, സംശയത്തോട് സാദൃശ്യമുള്ള ഉറപ്പാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം മരിക്കും എന്നത്, എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നമ്മൾ മരിക്കൂല എന്നെന്തുണ്ട്, നമ്മൾ തന്നെ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സ്വല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നീ നിസ്കരിക്കേണ്ടത്, ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പം ആ നിസ്കാരത്തിന് എന്തുണ്ട്, വല്ലാത്തൊരു അനുഭൂതി നമുക്കുണ്ടാകും. കാരണം ഏറ്റവും അവസാനത്തെ നിസ്കാരമാണ്. ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികൾ അദ്ദേഹത്തെ പിടിച്ചു, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്, നിൽക്കാൻ. ആ സമയത്താണ് ചോദിക്കുന്നത്, എന്തെങ്കിലും അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാം, 2 റക്അത്ത് സുന്നത്ത് എന്ത് ചെയ്യണം, എനിക്ക് നിസ്കരിക്കണം എന്നാ പറയാം. എന്നിട്ട് ആ സ്വഹാബി ആ സുന്നത്ത് നിസ്കാരം പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കും. അവ ചോദിക്കുന്നുണ്ട്, മറ്റേ സ്വഹാബി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത്രയും പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബി പറഞ്ഞെന്താ, ഞാൻ എങ്ങാനും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും, മരിക്കാൻ പേടിയാണ് എന്ന് പറയും, അതുകൊണ്ടാണ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്തത്, സമയം തീർക്കുന്നത് എന്ന് പറയും. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത് എന്നാണ്. അപ്പം ഏറ്റവും അവസാനം നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വല്ലാത്തൊരു സന്തോഷം നമുക്ക് നേടിത്തരാൻ പറ്റും. ആ മാനസിക അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മരണം എന്നത് ഉറപ്പാണ്, മരണം എന്നത് ഉറപ്പാണ്. പക്ഷേ ആ ഉറപ്പായ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പണിയെടുക്കണം എന്നുള്ളതാണ്. ദുനിയാവ് എന്നത് എന്ത് ചെയ്യും, നശിച്ചു പോകും. ആ നശിച്ചു പോകുന്ന ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, എന്നെന്നും ജീവിക്കുന്ന കോലത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്നാൽ എന്നെന്നും ജീവിക്കേണ്ടത് ആഖിറത്തിലാണ്. എന്നാൽ അവിടേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ, അവിടേക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെന്നും ജീവിക്കേണ്ടിടത്തേക്കാണ് നമ്മളുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ എല്ലാം നമ്മൾ ബാക്കി വെക്കേണ്ടത് എന്നെന്നും ജീവിക്കുന്ന ആ ലോകത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ലോകത്തിന് വേണ്ടി നമ്മൾ ഒന്നും ബാക്കി വെക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എല്ലാ ഊർജവും അതിനുവേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. ഓരോരുത്തരും ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് വളരെ വലിയ ഒരു ചിന്ത മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചുമൊക്കെ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്,
വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദൻ. ഫർദ, എല്ലാ ആളുകളും എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഖിയാമത്ത് നാളിൽ അവൻ്റെ അടുക്കിലേക്ക് വരും. ആ വരവ് എങ്ങനെയാണ്? ഫർദൻ, ഒറ്റക്കാണ് എന്നാണ്. അപ്പം ആ ഒരൊറ്റ ആയത്ത് മതി നമ്മെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൻ്റെ ഭയാനകത ബോധ്യപ്പെടാൻ. ഒറ്റക്കാണ് എന്ത് ചെയ്യുക? വരിക. ഒരാളും മറ്റൊരാൾക്ക് എന്ത് ചെയ്യൂല? താങ്ങായി ഉണ്ടാകൂല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഒരു സന്താനമോ അതല്ലെങ്കിൽ അവൻ സമ്പാദിച്ച സമ്പാദ്യം അവൻ എന്ത് ചെയ്യൂല? ഉപകരിക്കൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയമായിരിക്കണം എന്നാണ്. ഹൃദയം സലീമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര കഷ്ടമുള്ള വേറൊന്നില്ല എന്നാണ്. സലീമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മുക്തമാകണം. ഷിർക്കിൽ നിന്ന് മുക്തമാകണം. തെറ്റുകളിൽ നിന്ന് മുക്തമാകണം. നമ്മുടെ ഇച്ഛകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരുപാട് ദേഹേച്ഛകളുണ്ട്. അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? മുക്തമാകണം. ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തമായ ഹൃദയത്തെയാണ് സലീമായ ഹൃദയം എന്ന് പറയുക, സുരക്ഷിതമായ ഹൃദയം. അപ്പം ആ സുരക്ഷിതമായ ഹൃദയത്തിന് മാത്രം എന്തുള്ളൂ? സ്വർഗമുള്ളൂ എന്നാണ്. അതായത് ഒരു തെറ്റാണ് ബാക്കിയുള്ളതെങ്കിൽ ഓൻ എന്ത് ചെയ്യൂല? സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല എന്നാണ്. ഉഖ്രിജ അബൂക ആദം, നിന്റെ ഉപ്പയായ ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? ബിദംബിൻ വാഹിദിൻ, ഒറ്റ ഒരു തിന്മ കാരണത്താലാണെന്നാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ പൂർണ്ണമായും എന്ത് ചെയ്യണം? അവൻ്റെ തിന്മകൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായ മഗ്ഫിറത്തിൻ്റെ ഉടമയാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ തിന്മകൾ ചെയ്തു, ആ തിന്മക്കുള്ള ശിക്ഷ എവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട്? നമ്മുടെ മരണത്തിൻ്റെ ആ സന്ദർഭം മുതൽ ആരംഭിക്കുന്ന. അപ്പം അവിടെ മുതൽ നമ്മൾ നേരിടുന്ന എന്തൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ തെറ്റുകൾ പുറത്ത് കിട്ടുന്ന. ഖബറിൽ നമുക്ക് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ എന്ത് ചെയ്യും? നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഖബറിൽ നിന്നും രക്ഷപ്പെട്ടില്ല, ഖബർ കഴിഞ്ഞ് അവിടെ ഹിസാബിൻ്റെ വേളയിൽ നടക്കുന്നത്, അങ്ങനെ ഓരോ ഘട്ടത്തിലും നടക്കുന്ന പ്രയാസങ്ങളിൽ അല്ലാഹ് എന്ത് ചെയ്യും? നമ്മുടെ ഓരോ പാപങ്ങളും അല്ലാഹ് പുറത്തുവരും. എന്നിട്ട് സിറാത്തിലേക്ക് എത്തിയിട്ടും അവിടെ നിന്നും എന്ത് ചെയ്യുന്നില്ല? അവൻ്റെ പാപങ്ങൾ പൂർണ്ണമായും പൊറുക്കപ്പെടുന്നില്ല എങ്കിലാണ് എന്ത് ചെയ്യുക? നരകത്തിലേക്ക് എത്തുകയെന്ന്. അപ്പം അങ്ങനെ ഓരോ വഴികളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരിടുന്ന പ്രയാസത്തിനൊക്കെ അള്ളാഹു പാപമോചനം തരുന്നുണ്ടെന്നാണ്. എന്നിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ആധിക്യം അത്രയും പാപങ്ങളായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാകുക. അപ്പം മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാളിലേക്കുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിൻ്റെ ചെറിയ ലക്ഷണങ്ങളായി പഠിപ്പിക്കുന്ന പലതും എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത് 3 രൂപത്തിലാണ്. ഒന്ന് കഴിഞ്ഞു പോയ ലക്ഷണങ്ങൾ, മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ, മൂന്നാമത്തേത് വരാനിരിക്കുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇതിൽ ഏകദേശം ലക്ഷണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ, ദജ്ജാൽ വരിക, ഈസാ നബിയുടെ വരവ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാകുന്ന. ഒരു മാലയിൽ നിന്ന് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും? പൊട്ടിപ്പോകുന്നത് പോലെ അടയാളങ്ങളിൽ ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ അടയാളങ്ങളും തുടർച്ചയായിട്ട് എന്ത് ചെയ്യും? ഉണ്ടാകും. ഖിയാമത്ത് നാളിനെക്കുറിച്ച് സഹാബാക്കൾ എങ്ങനെയായിരുന്നു ആലോചിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളിലൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്. ഒരാൾ വിളിച്ചു പറയാണ്, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയാണ്, എല്ലാ ആളുകളും സ്വർഗത്തിലാണ്, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർലാൻ പറയാണ്, ഞാൻ ആലോചിക്കാം ആ ഒരാളായിരിക്കുമെന്ത് ഞാനെന്നാണ് ഞാൻ വിചാരിക്കുക എന്നാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തില്ല? അവർ സ്വർഗത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് അത്രയും പേടിയായിരുന്നു. എന്നാൽ എവിടെയോ എന്തുണ്ട്? പ്രതീക്ഷ ഉണ്ട് താനും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് കൂടുതൽ. എന്തില്ല? പേടി വളരെ കുറവാണ്. ആ പേടി വളരെ കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? സൽക്കർമ്മങ്ങളിൽ നമ്മൾ നിരതരാകാത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പേടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം നഷ്ടപ്പെടുമോ എന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അമലുകളിൽ ഒരുപാട് വർധനവുണ്ടാക്കിയെന്നാണ്. അതായത് നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിലെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്,
ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പരിശ്രമിക്കും. രണ്ടാമത്തേത്, ആ കാര്യത്തിലേക്ക് എത്തുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്ന ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നെന്ത് ചെയ്യും? വിട്ടു നിൽക്കും. മൂന്നാമത്തേത്, അവൻ ആ കാര്യം, ഏതൊരു കാര്യമാണോ അവൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ വഴികളും എന്ത് ചെയ്യും? സ്വീകരിക്കും. അത് നഷ്ടപ്പെടുമോ എന്ന ഭയവും എന്തുണ്ടാകും? അവൻ്റെ മനസ്സിലുണ്ടാകുന്ന. ഒരാൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമോ എന്ന പേടി നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോൾ അവിടെയാണ് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്നത് അവർക്ക് വലിയ പേടിയായിരുന്നു എന്നാണ്. യുദ്ധങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞ് അന്ന് തലേന്ന് രാത്രി യുദ്ധത്തിൻ്റെ ഭൂമിയിലേക്ക് ഒരു സഹാബി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സഹാബിയുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർഗത്തെ എത്രമാത്രം അവർ ആഗ്രഹിച്ചിരുന്നു എന്നതിന് ആ ഉദാഹരണം ധാരാളമാണ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം അന്ന് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു, യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ഷഹീദാകുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ആഖിറം മാത്രമാണ്. എന്നാൽ ദുനിയാവ് എന്നുള്ളത് എന്താണ്? ആ ആഖിറത്തിലേക്കുള്ള ഒരു പദ്ധതി മാത്രമാണ് ദുനിയാവ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തില്ല? ബാലൻസിങ് എന്നുള്ളത് സഹാബാക്കൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. അതായത് ദുനിയാവും ആഖിറവും ബാലൻസ് ചെയ്തു പോകുക എന്നാണ് ചില ആളുകൾ പറയാം. അങ്ങനെ ഒരു ബാലൻസിങ് നടക്കുമോ? അങ്ങനെ ഒരു ബാലൻസിങ് നടക്കൂല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നു എന്തിനു വേണ്ടി? ആഖിറത്തിന് വേണ്ടി. അപ്പോൾ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ആഖിറത്തിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നു, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. അപ്പോൾ ആ അധ്വാനത്തിൽ പോലും നമ്മൾ നല്ല നിയ്യത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? കരുതേണ്ടതുണ്ട്. ഞാനിത് ചെയ്യുന്നത് ഒരാണ് എന്ന ഒരവസ്ഥയിൽ അവൻ്റെ മേൽ ഉത്തരവാദിത്വം നൽകപ്പെട്ടതാണെന്ത്? കുടുംബത്തിന് ചെലവ് കൊടുക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു നിർബന്ധാക്കിയ വിഷയമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി അത് ചെയ്യുന്നു എന്ന നിയ്യത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ജോലിയുടെ ഓരോ നിമിഷങ്ങളും അവനെന്താണ്? പ്രതിഫലാർഹമാണ്. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ നിയ്യത്തുകളെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഖിയാമത്ത് നാളിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അക്സിറു, നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും നശിപ്പിക്കുന്ന മരണത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? വരാന്നുള്ളതാണ്. അതിന് സമയമോ കാലമോ ഒന്നും എന്തെല്ലാം തടസ്സമല്ല. മരണം എപ്പോൾ നമ്മിലേക്ക് വന്നെത്തും എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതാണ് യൗമ തർജുഫു അർറാജിഫ, ആ നടുക്കുന്ന സംഭവം, നടമാടുന്ന ദിവസം. തത്ബഉഹാ, തത്ബഉ അതിനെ പിന്തുടർന്ന് വരും. ഒന്നാമത്തെ ഊത്തിനെ പിന്തുടർന്ന് വരും അറാദിഫ. റാദിഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്താണ്. തത്ബഉഹ അതിനെ പിന്തുടർന്ന് വരും. ഏത്? അറാജിഫത്തിനെ പിന്തുടർന്ന് വരും. റാജിഫത്തിനെ പിന്തുടർന്ന് വരും അറാദിഫ, രണ്ടാമത്തെ ഊത്ത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ സുലുസാ അൽ-ലൈലി, രാത്രിയുടെ ചില ഭാഗങ്ങൾ കഴിഞ്ഞാൽ, ഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എന്നിട്ട് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ എന്ത് ചെയ്യണം? ഓർക്കണം. രാത്രിയുടെ ഒരു അവസാനത്തെ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കണം. ജാഅത്തിർ റാജിഫ, എന്ത് ചെയ്യാണ്ട്? ഒന്നാമത്തെ ഊത്ത് വരാനുണ്ട്. തത്ബഉഹ റാദിഫ, അതിനെ തുടർന്നിട്ട് എന്ത് വരും? രണ്ടാമത്തെ ഊത്തും വരും. ജാ അൽ മൗത്ത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മരണവും സംഭവിക്കും. ജാ അൽ മൗത്ത് ബിമാ ഫീഹി, നിങ്ങൾ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉദ്കുറുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ മൻ ഖാഫ അദ്ലജ, ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവന് സ്വർഗം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് എങ്കിൽ അദ്ലജ, അവൻ ഉണർന്ന് പ്രവർത്തിക്കണം. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, ആരെങ്കിലും സൽക്കർമ്മങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യും? അവൻ എത്തിപ്പെടും. അല, അറിയണേ, ഇന്ന സിൽഅത്തല്ലാഹി തആല ഗാലിയ, അള്ളാഹുവിൻ്റെ സ്വർഗമെന്ന സിൽഅത്ത് അത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. അല ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അള്ളാഹുവിൻ്റെ സിൽഅത്ത് അതെന്താണ്? സ്വർഗമാണ് എന്നാണ്. അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താ? സ്വർഗമാണ്. അപ്പം ആ സ്വർഗം എന്നത് ഉന്നതമായ ലക്ഷ്യമാണ്. അപ്പോൾ ആ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
ഉന്നതമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു ജാഅത്തി റാജിഫ, റാജിഫത്ത് വരും, തത്ബഉഹ റാദിഫ, അതിനെ തുടർന്ന് രണ്ടാമത്തെ ഊത്ത് സംഭവിക്കും, ജാ അൽ മൗതു ബിമാ ഫീഹി, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, അവിടെ മരണവും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഹദീസിൽ പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതാണെന്ത്, സ്വർഗം എന്നാണ്. നമുക്കറിയാം ദുനിയാവിൽ ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കഷ്ടമുള്ള കാര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എത്ര കഷ്ടപ്പെടണം, എന്നാ ആ ജോലിക്ക് സ്ഥാനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാലോ സമൂഹത്തിൽ വലിയ സ്ഥാനമാണ്. അപ്പോൾ ദുനിയാവിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനെന്തുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ സ്വർഗമെന്ന ഉന്നതമായ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ പ്രയാസങ്ങൾ സഹിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ അനിഷ്ടങ്ങൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സ്വീകരിക്കേണ്ടതായും വരും. അപ്പം അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനൊപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റണം, കൊണ്ടുപോകാൻ പറ്റണം. എന്നാലാണ് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുക എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയാം, അന്ന് ആ ഖിയാമത്ത് നാളിൽ ചില ഹൃദയങ്ങളുടെ അവസ്ഥ അള്ളാഹു വിവരിക്കാൻ, കുലൂബുൻ, ചില ഹൃദയങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, വാജിഫ, ഖായിഫതൻ ശദീദത്തുൽ ഇൽതിറാബ്, ഭയങ്കര ഭയപ്പാടിലായിരിക്കുന്ന, അതായത് ഹൃദയം ഇളകുന്ന അവസ്ഥയിൽ ഭയപ്പാടോട് കൂടിയിട്ടാണ് ചില ഹൃദയങ്ങൾ ഉണ്ടാകുക. അവിടെ പറയുന്നത് അവിശ്വാസികളുടെ ഹൃദയത്തെക്കുറിച്ചാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനായ ഒരാൾക്ക് എപ്പോഴും ഇത്മിഇനാനാണ്, നിർഭയത്വം ദുനിയാവിലുണ്ടാകും ആഖിറത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അത് സത്യമാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ടോ, തൗഹീദ് ഉണ്ടോ, അവനെന്തുണ്ട്, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവന് നിർഭയത്തുണ്ട്. ദുനിയാവിൽ നിർഭയത്തുണ്ടാകും, ആഖിറത്തിലേക്ക് എത്തിയാലും നിർഭയത്തുണ്ടാകും. എന്നാൽ ഈമാൻ ഇല്ലെങ്കിലോ എല്ലാം നഷ്ടപ്പെടും. ദുനിയാവത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈമാൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര സമാധാനം ഉണ്ടാകും. എന്നാൽ ആ ഈമാൻ നഷ്ടപ്പെട്ടാലോ, ആ ഈമാൻ്റെ പകരം ചില തിന്മകൾ ജീവിതത്തിൽ വന്നാലോ സമാധാനം എന്തെയും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, യഥാർത്ഥ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ദിവസമാണ് എന്ത്, യഥാർത്ഥ പെരുന്നാൾ. എന്നാൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ അതെന്തല്ല, അത് പെരുന്നാളല്ല, അത് സന്തോഷത്തിൻ്റെ ദിനമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അന്ന് ചില ഹൃദയങ്ങൾ കിടുകിടാ വിറക്കുന്ന, പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അള്ളാഹു ഹൃദയത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്, വേറെ അവയവങ്ങളെക്കുറിച്ചൊന്നും എന്ത് ചെയ്തിട്ടില്ല, പ്രതിപാദിച്ചിട്ടില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ഒരു അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ എന്തുണ്ട്, ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. ഹൃദയം നന്നായാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും, നന്നാകും. ഹൃദയം മോശമായാൽ ബാക്കിയൊക്കെ മോശമാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ മോശമായ പ്രവർത്തനങ്ങൾ ആളുകൾ കാണുന്ന നിലക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനെ അറിയിക്കുന്നത്, അവൻ്റെ ഹൃദയം മോശമാണ് എന്നതിനെയാണ് അറിയിക്കുന്നത് എന്നാണ്. അപ്പോൾ ഹൃദയത്തെ പ്രതിപാദിക്കാനുള്ള കാരണം, ഹൃദയമാണ് ഒരു മനുഷ്യൻ്റെ അവയവങ്ങളിലെ പ്രധാനപ്പെട്ട അവയവം. മലിക്കുൽ അഅ്ലാ ആണ്, അവയവങ്ങളിൽ രാജാവാണ് ഹൃദയം. ആ ഹൃദയമാണ് എന്ത് ചെയ്യുക, കൽപ്പനകളും നിരോധനങ്ങളും പുറപ്പെടുവിക്കുക. അപ്പോൾ ഹൃദയത്തിനനുസരിച്ച് നമ്മുടെ അവയവങ്ങൾ ചലിക്കും എന്നതാണ്. അപ്പോൾ ആദ്യം ശുദ്ധമാകേണ്ടത് ഏതാണ്, ഹൃദയം. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും പ്രാമുഖ്യം നൽകുന്നതും പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് പുറമെയുള്ള മോടി കൂട്ടലുകൾക്കാണ്. അവൻ്റെ ഭംഗി എങ്ങനെ, അവൻ്റെ വീടിൻ്റെ ഭംഗി എങ്ങനെയാണുള്ളത്. അപ്പം അങ്ങനെ പുറമെയുള്ള കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യമാണ്. ഒരു പുതിയ വാഹനം വാങ്ങിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് മാറ്റേണ്ട അവസ്ഥയാണ്. ഒരു പുതിയ ഫോൺ വാങ്ങിയാൽ തന്നെ ഒരു 1-1.5 വർഷമാകുമ്പോൾ തന്നെ അടുത്തൊരു ഫോൺ വന്നാൽ അതിൻ്റെ പിന്നിലാണെന്ത്, ആളുകൾ പോവുക. ഇനി വീടിൻ്റെ അവസ്ഥ പരിശോധിച്ച് നോക്കിക്കോ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ വീടിൻ്റെ ഫർണിച്ചറിലുള്ള മോഡൽ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയാലോ അടുത്ത ഫർണിച്ചർ കയറ്റലാണെന്ത്, അവരുടെ ജോലി. അപ്പം അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും എന്ത് ചെയ്യും, ചെലവഴിക്കും. പക്ഷേ ഈ പറയുന്ന ആളുകൾ
അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താ? ഹൃദയത്തെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഹൃദയത്തിലുള്ള ഈമാനിൻ്റെ അവസ്ഥ, അതിൻ്റെ ഈമാനിൻ്റെ പോക്ക് എങ്ങനെയാണ്, ഒന്നും ആലോചിക്കുന്നില്ല. ഹൃദയം, അവരുടെ ഹൃദയങ്ങളെല്ലാം ചിലപ്പോൾ മരവിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഹൃദയത്തിന് എന്തുണ്ടാകൂല? യാതൊരു തസ്കിയത്തും ഉണ്ടാകൂല. അപ്പം നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നേ ഇല്ല എന്നാണ്. പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും അത് ശരിപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നെന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. ആ ഹൃദയം ശുദ്ധമായാൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ശുദ്ധമാകും. എന്നാൽ ഹൃദയം നശിച്ചാൽ എന്ത് ചെയ്യും? എല്ലാം നശിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ നമ്മൾ ശരിപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടതും. പക്ഷെ ഏറ്റവും പണിയുള്ളതും എന്താണ്? ഹൃദയത്തെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെയാണ് സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നത്, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി. എൻ്റെ നീയത്തിനെ ശരിയാക്കാൻ ഞാൻ പണിപ്പെട്ട അത്ര വേറെ ഒന്നിനും ഞാൻ ചെയ്തിട്ടില്ല, പണിപ്പെട്ടിട്ടില്ല എന്ന്. അത്രയും പ്രയാസമാണ് എന്ത്? നീയത്തിനെ ശരിപ്പെടുത്തുക എന്നുള്ളത്. ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീയത്തിനെ ശരിപ്പെടുത്തുന്നു, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന യഥാർത്ഥമായ നീയത്ത്. അപ്പോൾ റിയായിൽ നിന്നെന്ത് ചെയ്തു? അവൻ രക്ഷപ്പെട്ടു. ഇനി അടുത്ത ബുദ്ധിമുട്ട് എന്താ? ഉജുബിലേക്ക് എത്തും. ഉജുബ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൾനാട്യം. ഞാൻ കുറച്ചൊക്കെ ഓക്കെയാണ്, എൻ്റെ നീയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ശരിയായി പോകുന്നുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അടുത്ത അവൻ്റെ യുദ്ധം എന്ന് പറയുന്നത് എന്തിനോടാ? ഉജുബുൻ നഫ്സിനോടാണ്. സ്വന്തം നഫ്സിന് എന്തുണ്ടാകാൻ പാടില്ല? ഞാൻ എന്തൊക്കെയാണ് എന്ന തോന്നലുണ്ടാകാൻ പാടില്ല. പക്ഷെ മറിച്ച് ഉണ്ടാകേണ്ടത് എന്താ? ഞാനൊരു അടിമയാണ്, ഞാനൊരു അബുദാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അബുദാണ് എന്ന തോന്നലാണ് ഹൃദയത്തിന് ഉണ്ടാകേണ്ടതെന്ന്. അപ്പം ആ ഒരു അവസ്ഥ, അങ്ങനെ എന്ത് ചെയ്യണം? ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ഞാൻ എന്തിനു ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന നിയത്ത് നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവിടെയും നമുക്ക് കൃത്യമായ നിയത്ത് ഉണ്ടാകണം. എന്തിനു വേണ്ടിയിരിക്കുന്നു? അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ പറ്റിയ സദസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിൻ്റെ, അറിവിൻ്റെ സദസ്സിൽ ഇരുന്നാൽ ഒരുപാട് ഉപകാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഉപകാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? ലഭിക്കണം. എന്നിങ്ങനെ 4ഉം 5ഉം 6ഉം നിയത്ത് എന്ത് ചെയ്യാൻ പറ്റണം? ഒരേ സൽക്കർമ്മത്തിൽ ചേർത്ത് വെച്ച് നമുക്ക് ആ സദസ്സിൽ ഇരിക്കാൻ പറ്റണം. ഇനി അതിലിരുന്നാൽ തന്നെ പിശാച് എന്ത് ചെയ്യും? നമ്മുടെ നിയത്തിനെ പിന്നെയും മാറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മുടെ നിയത്തിനെ പരമാവധി ശുദ്ധമാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. അപ്പം നിയത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ കൂടി ശുദ്ധീകരണമാണ്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു സദസ്സിലിരിക്കാൻ, വിദ്യാർത്ഥികൾ ഒരു മസ്അല ചോദിച്ച സന്ദർഭത്തിൽ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല വിശദമായി മറുപടി കൊടുത്തു എന്നാണ്. അതിൻ്റെ നെല്ലും പതിരുമെല്ലാം വേർതിരിച്ച് ഓരോന്നിനും കൃത്യമായ മറുപടി. എന്നിട്ട് അദ്ദേഹം പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് പോവുകയാണ്. അവിടെയും എന്ത് ചെയ്തു? ഇതേ ചർച്ച വന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, പണ്ഡിതന്മാരുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല എന്ത് ചെയ്തിട്ടില്ല? അതിന് യാതൊരു മറുപടിയും നൽകിയില്ല എന്നാണ്. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് സദസ്സ് പിരിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? നിങ്ങൾ നമ്മളോട് സംസാരിച്ച സമയത്ത് എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞത്, ഞാൻ അവിടെ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉജുബുൻ നഫ്സ് ഉണ്ടാകുമോ? ഞാൻ പേടിച്ചു, എൻ്റെ നിയത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പം അത്രയും സൂക്ഷ്മമായ നിലക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. ഒരു നിസ്കാരം കഴിഞ്ഞാൽ, ഒരു അമല് കഴിഞ്ഞാൽ നിയത്തിലേക്ക് എന്ത് ചെയ്യണം? നോക്കണം. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണോ ചെയ്തത് എന്ന ഒരു തിരിച്ചു നോട്ടം. അങ്ങനെ ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ചില ഹൃദയങ്ങൾ അന്നെന്ത് ചെയ്യും? വിറച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ കണ്ണുകളുടെ അവസ്ഥ പറയാണ്, അബ്സാറുഹാ ഖാശിഅ. അവരുടെ കണ്ണുകൾ അന്ന് കീഴ്പോട്ട് താഴ്ന്നിരിക്കുന്ന. അപ്പോൾ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു, ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം കണ്ണുകളെക്കുറിച്ച് പറയാം. അപ്പോൾ കണ്ണും ഹൃദയവും തമ്മിൽ എന്തുണ്ട്? വലിയ ബന്ധമുണ്ട്. കണ്ണും ഹൃദയവും തമ്മിൽ, അതായത് ഹൃദയമെന്ന വാതിലിലേക്കുള്ള, ഹൃദയമെന്ന അവയവത്തിലേക്കുള്ള വാതിലാണെന്ത്? കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഹൃദയത്തിൽ പതിയുന്ന അവസ്ഥ ഉണ്ടാകും.
ഹൃദയമാണ് പ്രധാനപ്പെട്ടത്, അതിലേക്കുള്ള വാതിലുകളാണ് കണ്ണ് എന്നത്. അവിടെയാണ് ഒരിക്കൽ ഒരു വ്യക്തി മറ്റൊരാളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതായത് ദജ്ജാലിൻ്റെ കണ്ണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദജ്ജാലിൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിക്കൂടെ, ഇത് ദജ്ജാലാണെന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ആ വ്യക്തി പറയുന്ന മറുപടി, അതായത് നമ്മൾ ദുനിയാവിൽ ഉപയോഗിക്കുന്ന ചില ലഹരി പദാർത്ഥങ്ങളുണ്ട്, അതിൻ്റെ പാക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് അപകടം ഉണ്ടാക്കും എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടാരെങ്കിലും അധികം ആളുകൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാൻ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, അവരുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചതെന്നാണ്. അവരുടെ കണ്ണുകൾക്കല്ല, അവരുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചതെന്നാണ്. അത് വല്ലാത്തൊരു മറുപടിയാണ്. അപ്പോൾ നമ്മുടെ ദുനിയാവിലെ അവസ്ഥ പരിശോധിച്ചാൽ തന്നെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ദുനിയാവിലെ ഒരു ചെറിയ അവസ്ഥ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പഠനങ്ങൾ അതിൻ്റെ വിഷയത്തിലുണ്ട്. എല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അങ്ങനെയാണെങ്കിൽ ദജ്ജാലിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അല്ലാഹു അലം, നമ്മൾ രക്ഷപ്പെടുമോ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അബ്സാറുഹാ ഖാശിഅ, അവരുടെ കണ്ണുകൾ അന്ന് കീഴ്പോട്ട് താന്നിരിക്കുന്നതാണ്. ഖാശിഅ, പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, താഴ്ന്ന നിലയിലായിരിക്കും കണ്ണുകൾ ഉണ്ടാകുക. അപ്പം നമ്മൾ നോക്കുന്ന ഓരോ നോട്ടവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നോക്കുന്നത് ഹൃദയത്തിൽ പതിയും. ഹൃദയത്തിൽ പതിഞ്ഞാൽ പിന്നെന്ത് ചെയ്യൂല, ചിലപ്പോൾ ആ ഹൃദയത്തിൽ പതിഞ്ഞത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, കുൽ, നബിയെ താങ്കൾ പറയുക, അള്ളാഹു പറയാം, നബിയെ താങ്കൾ പറയണം, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട്, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യണം, താഴ്ത്താൻ വേണ്ടി പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളതിന് ഒരുപാട് ഉപകാരമുണ്ട്. കണ്ണുകൾ താഴ്ത്തിക്കഴിഞ്ഞാൽ ഒന്ന് അവൻ്റെ ഉൾക്കാഴ്ച എന്ത് ചെയ്യും, വർദ്ധിക്കുന്നതാണ്. അവൻ്റെ ഉൾക്കാഴ്ച, ബസീറത്ത് വർദ്ധിക്കും. നന്മയെ നന്മയായി കാണാനും തിന്മയെ തിന്മയായി കാണാനും എന്ത് ചെയ്യും, അവന് സഹായിക്കും. അതേപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകളെ നോക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അള്ളാഹുവിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്യാണ്, അവൻ്റെ നോട്ടത്തെ താഴ്ത്താണ്. അപ്പം അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവൻ്റെ നോട്ടത്തെ താഴ്ത്തിക്കഴിഞ്ഞാൽ അവൻ അതിനേക്കാളും നല്ലതെന്ത് ചെയ്യും, അള്ളാഹു പകരം നൽകും എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നോട്ടം താഴ്ത്തിയാൽ അള്ളാഹു നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിനേക്കാളും നല്ലതെന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് സമ്മാനിക്കും എന്നൊരു ഹദീസ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ കണ്ണുകൾ താഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസകരമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും റീലുകളും മറ്റുമൊക്കെ വന്നൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ കാണാത്ത ഒരവസ്ഥ നമ്മിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഉത്തരം പറയാൻ പറ്റുക? അപ്പം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ഈ പറയുന്ന ഞാനും നിങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും, അതിലൂടെ ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. സാധാരണ ഒരു ശരാശരി മനുഷ്യൻ 20 or 50 റീലുകൾ എന്ത് ചെയ്യും, ഒരു ദിവസം കാണും എന്നുള്ളതാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ആളുകളുടെ അജണ്ടകൾ വ്യക്തമാണ്. അവരുടെ ചില ഇൻ്റർവ്യൂകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട്, അവരുടെ മക്കൾക്ക് അവരെന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും അവർ കൊടുക്കുന്നില്ല എന്നാണ്. അതായത് ഫേസ്ബുക്ക് ഉണ്ടാക്കിയതാരാണോ, സക്കർബർഗ് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ഞാൻ അവർക്ക് അനുവാദം കൊടുക്കാറില്ല. എന്നാൽ നമ്മളോ എല്ലാത്തിലും എന്തുണ്ട്, അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും പുതിയത് വന്നാൽ അതിലും അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത് എന്തോ നേർച്ചയാക്കിയത് പോലെയാണ് ചില ആളുകൾ എന്ത് ചെയ്യുക, എന്താണെന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് നോക്കുക എന്നുള്ളതാണ്. അപ്പം അത് എന്താ നോക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയാണ് അതിലെന്താന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കതിൽ നിന്ന് പിന്മാറാം എന്ന് പറയുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമാണ്. അതായത് ഫിത്ന എന്ത് എന്നതിലേക്ക് പോകുന്നതിലുപരി അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഫിത്നയിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ അതിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ചിലപ്പോൾ അതിൻ്റെ പുറത്തെന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് വരാൻ തന്നെ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഫിത്നയിൽ നിന്ന് ഒരുപാട് അകലണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട്
അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടെന്ന് മാത്രമല്ല, കണ്ണിനെ അങ്ങനെ പരിശീലിപ്പിക്കണം. കണ്ണിനെ ആ രൂപത്തിൽ നന്മകൾ മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് കണ്ണുകളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഒരുപാട് നന്മകൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അബ്സാറുഹ ഖാശിഅ, സൂറത്ത് മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താണിരിക്കും. തർഹഖുഹും ദില്ല, അപമാനം അവരെ ആവരണം ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അങ്ങേയറ്റത്തെ അപമാനം അവർക്കുണ്ടാകും. ദാലികൽ യൗമുല്ലദീ കാനൂ യുഅദൂൻ, ഇതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത 10ാമത്തെ ആയത്തിൽ പറയുന്നത് ഖിയാമത്ത് നാളിനെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് ദുനിയാവിൽ അവരതിനെക്കുറിച്ച് പ്രതിപാദിച്ചത് എന്നതിനെയാണ് 10ാമത്തെ ആയത്ത് മുതൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുകളെ സൂക്ഷിക്കുവാനും ഹൃദയം സലീമായ ഹൃദയത്തോടു കൂടി അവനെ കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.